നമ്മളിപ്പോൾ പോകുന്നത് കുമ്പ്രിയയിലെ ഗ്രാസ്മിയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ പോയിട്ട് നല്ല നല്ല കുറച്ച് വീഡിയോസും കാര്യങ്ങളും കാണാം. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ റൈഡൽ കേവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിക്കാണ്, ഗ്രാസ്മിയറിൽ. കുഴപ്പമില്ല, നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ റൈഡൽ കേവ് വാട്ടർ ഇതാണ്. ഇവിടുന്ന് കുറച്ച് കണ്ട് നടക്കാനുണ്ട്. അപ്പം ഇപ്പം ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സൂര്യനും കാര്യങ്ങളൊക്കെ ഉദിച്ച് നല്ല വൃത്തിയുള്ള ഒരു കറക്റ്റ് ടൈമിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനത്തെ കാഴ്ചകളും വീഡിയോസൊക്കെ ആയിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ആ കാണുന്ന ബ്രിഡ്ജിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നിങ്ങോട്ട് വന്നത്. കുഴപ്പമില്ല, നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. വലിയ തണുപ്പില്ല, എന്നാലും വല്ലാണ്ട് ചൂടും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു നോർമലായിട്ടുള്ള ക്ലൈമറ്റിലാണ് ഇപ്പോൾ. നല്ലൊരു ചെറിയൊരു വാട്ടർ ബോഡി ഈ ഭാഗത്ത്. ഫുള്ള് പായലടിച്ച് കിടക്കുക, തെന്നി അടിച്ച് വീണാ തീർന്നു. നല്ല കൂർത്ത കല്ലുകളാ. ആഹാ, നല്ല അടിപൊളി വ്യൂ. വെള്ളത്തിലൊന്നും നീന്താൻ ഇറങ്ങാൻ പറ്റില്ല. നല്ല കുറച്ചും കൂടി സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് നീന്താനും കുളിക്കാനൊക്കെ പറ്റും. കാരണം അപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കുഴപ്പമുണ്ടാവില്ല. ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന്മാർ വടിയായി പോവും. അങ്ങനത്തെ വെതറായിരിക്കും. നല്ലൊരു വാട്ടർ ബോഡിയാണ്. അപ്പോൾ ഇതാണ് ഗ്രാസ്മിയറിലുള്ള റൈഡൽ കേവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. നമ്മളിത് മുകളിലോട്ട് പോകും തോറും അവിടെ ചെറിയ വാട്ടർ ബോഡീസിൻ്റെ വാട്ടർ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആരെങ്കിലും ഗ്രാസ്മിയർ ലേക്ക് ഡിസ്ട്രിക്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ വിൻ്റർമിയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. അതും ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ നമ്മൾ യു കെയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക, ഓഫ് ഡേയ്സ് ഒക്കെ കിട്ടുമ്പോൾ പരമാവധി. അപ്പോൾ അതൊക്കെ തന്നെ ഗൈസ്. നമ്മൾ ഏറെക്കുറെ റൈഡൽ കേവ് ആയിട്ടുണ്ട്, എന്നാലും കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്തുമെന്നുള്ള പ്രതീക്ഷയുമായി. നല്ല ബ്ലൂ സ്കൈ ആണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആയാ കയറി ഉപ്പാടടങ്ങി. ഏകദേശം റൈഡൽ കേവ് ആയി.
അപ്പോൾ നമ്മളുടെ റൈഡൽ കേവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ആയിട്ട് ഒരു ഏരിയയാണിത്. പിന്നെ മാത്രമല്ല അവിടെ ഒരാൾ എന്തോ ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. നല്ല രസമായിരുന്നു. ഇൻസ്ട്രുമെൻ്റിൽ ഒരു പാട്ട് പോലെ ഒരു പ്ലേ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കേൾക്കാം. ഈ ടീംസ് കുറച്ച് നേരമായി രണ്ടുപേര് ക്യാമറ കണ്ടപ്പോൾ വന്ന് നിൽക്കണ്ടെന്നാണ് തോന്നണം കണ്ടിട്ട്. ഇതായി ഇരിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ആ സോങ് മീൻസ് ആ മ്യൂസിക് ഉണ്ടാക്കിക്കൊണ്ട്. ഒരു ഗുഹ എൻ്റെ പൊന്നെ സീൻ ഗുഹ. ഡെഡ് എൻ്റെ അത് ഇത്ര ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ആ എക്കോ കിട്ടും. അതുകൊണ്ടാണ് ഒരാൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇൻസ്ട്രുമെൻ്റ്. I found it on YouTube because I used to put meditation on for my son. നല്ലൊരു എന്ത് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് അറിയില്ല, പക്ഷെ നല്ല it was really good. Oh, thank you. Yeah, you're nice. Are you playing again? Very nice. Right. What kind of instrument is that? Hand pan. Hand pan. Okay. Yeah, I'm on Instagram and Oh, really?
പിന്നെ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അടുത്ത ലൊക്കേഷൻ ഏതാന്ന് ഞങ്ങൾക്കും വലിയ പിടുത്തൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ പോവാന്നെ, ഒരു ഓഫ് ഡേ ആണ്, പിന്നെ നല്ലൊരു സണ്ണി ക്ലൈമറ്റുമാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ലൊക്കേഷൻ ആയിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗ്രാസ്മീറിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാസ്മീറിൽ കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തോട്ടായിരിക്കും പോകുന്നത് എന്ന് വിശ്വസിക്കാം. ഇവിടുന്ന് ഒരു ബസ് പിടിക്കണം, എന്നിട്ട് ഗ്രാസ്മിയർ സെൻറ്ററിൽ പോയി ഇറങ്ങണം. അവിടുന്ന് പിന്നെ ഏതെങ്കിലും അവിടെ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നല്ല സ്പോട്ടുകളുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് പിന്നെ പുതിയ വീഡിയോസും വ്ളോഗും കാര്യങ്ങളും ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുണ്ട ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഞാനൊരു സാധനം കണ്ട. ഇവിടെ ഇവർ പ്ലെയിൻ സീഡഡ് ഫ്രൂട്ട് ഫ്ലാപ്പ് ജാക്ക്. ഹായ. അപ്പോൾ ഇവർ ഇത് കൊടുക്കണതാണ്. അപ്പോൾ ഹോണസ്റ്റി ബോക്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഹോം മെയ്ഡ് കേക്ക്സ് 1.50 ഈച്ച്, അതാണ് വെച്ചിട്ടുള്ളത്. ഇത് വളരെയധികം നല്ലതാണ്. കാരണം ഈ വിശന്ന് കയറി വരുന്ന കുറേ ഹൈക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുക. മീൻസ് എന്നിട്ട് ഇതിൽ പൈസ ഇടണം. വെറുതെ എടുത്തുകൊണ്ട് കഴിച്ച് പോകരുത്, പൈസ ഇടണം. കണ്ട, നമ്മൾ എടുക്കുക കാശിടുക പോകണം, അല്ലാതെ ഉടായ്പ പരിപാടി ചെയ്യരുത്. ഇത് ഈ വീട്ടുകാർ ചെയ്യണതാണ്. ഈ കാണുന്ന വീട്ടുകാർ അവർ ചെയ്യണതാണ് ഈ വീഡിയോ. ഇത് ഇവിടുത്തെ പുള്ളിക്കയറ്റി വിൽക്കണതാണ്, ചെറിയൊരു കട ഷോപ്പ്. അപ്പോൾ ഇവിടെ ഇവിടെ സംഗതി കുഴപ്പമില്ല, കാശ് മാത്രമല്ല, നമുക്ക് കാർഡ് യൂസ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ കയറിയിട്ട് ഇവിടെ എന്താ ലെമൺ ടീ 2, കോഫി ടീ 2, കോഫി 2, ചായ 2, ഹോട്ട് ചോക്ലേറ്റ് 2, എല്ലാത്തിനും 2 പൗണ്ട്. പിന്നെ കേക്ക് എല്ലാതും 2 പൗണ്ട്. പിന്നെ അവിടെ QR കോഡ് വെച്ചിട്ടുണ്ട്, മേടിച്ച് കഴിഞ്ഞാൽ സ്കാൻ ഹിയർ ടു പേ. അപ്പോൾ അങ്ങനെയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ കുറച്ചേരം ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഇരിക്കുക. പിന്നെ ഇവരുടെ തന്നെ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുത്തു കഴിഞ്ഞാൽ പൈസ അതിലിട്ടേക്കണം, അതാണ്. ഞങ്ങളൊരു ലെമൺ ലാവൻഡർ കേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് കത്തിയായ കാരണം വലുത് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ചായ നമ്മൾ തന്നെ ഉണ്ടാക്കണം അപ്പം നമുക്ക് ഇത് മാത്രം മതി. അപ്പം നമ്മൾ ഇതെടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ആ സ്കാൻ ചെയ്തിട്ട് ആയിരിക്കണം പോന്നിട്ടുണ്ട്. ഓ, ജാക്കറ്റും വെയിലും ഒക്കെ കൂടിയിട്ടൊരു തണുപ്പാണ്. അല്ല, ഭയങ്കര ചൂടാണ്, സീൻ ചൂടാ. ഇപ്പോൾ വെയിലായപ്പോൾ ഫുള്ള് ഭയങ്കര ചൂടായി തുടങ്ങി. ഇപ്പോൾ നല്ല വെയിലായപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. കണ്ടോ ആൾക്കാർ, എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൻഫോൾ ഉണ്ടെന്ന് തോന്നുന്നു. സ്ലൈറ്റ്ലി റെയിൻ കാണിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ലെമൺ ആൻഡ് ലാവൻഡർ കേക്ക്. ഇത് നമ്മൾ ആ കണ്ട വീട്ടിൽ അവർ ബേക്ക് ചെയ്ത് വിൽക്കുന്നതാണ്. സൂപ്പർ സാധനം. 3 പൗണ്ടാണ്, കൂടുതലാണ്. പക്ഷേ എന്നാലും ഹോം മെയ്ഡ് അതിൻ്റേതായിട്ടുള്ള. ഞാൻ ഇതുവരെ ലെമൺ ആൻഡ് ലാവൻഡർ കേക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷേ സൂപ്പർ സാധനം, നല്ല അടിപൊളി സാധനം. നോർമൽ കേക്ക് തന്നെ, പക്ഷേ അത് അറിയാൻ പറ്റുന്നുണ്ട്, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഡിലീഷ്യസ്. അപ്പോൾ അങ്ങനെ അടുത്ത ലൊക്കേഷനിലോട്ടുള്ള ബസ് കാത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ആകെ 11:15 ആയിട്ടുള്ളൂ. 11:30ക്കാണ് അടുത്ത ബസ്. അപ്പോൾ അടുത്ത ബസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ലൊക്കേഷൻ പിടിക്കും ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ലോഗ്രിഗ് ഫെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. സിമിലർ ടു മറ്റേ റൈഡൽ കേവ് അല്ലേ, സിമിലർ ടു റൈഡൽ കേവ്, ബട്ട് കുറച്ചും കൂടി നടക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു നല്ല വ്യൂ പോയിൻ്റ് മുകളിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണേ ഇവിടെ കുറേ കഴിയുമ്പോൾ വെള്ളം ഫുള്ളായിട്ട് ഇങ്ങോട്ട് കയറുന്നു തോന്നുന്നു. കാരണം അത്രമാത്രം വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
കാണിച്ചു തരാം. ഫുള്ള് ഈ വെള്ളം ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് ഈ ഭാഗത്തോട്ട് കയറുന്നതാണ്. കാരണം ഇതൊക്കെ ഇങ്ങനെ നനഞ്ഞെടുക്കുന്നത്. തണുപ്പായി തുടങ്ങി, വെയിലുമുണ്ട്. അത് നോർമലി ഇങ്ങനെ നല്ലൊരു വാട്ടർഫോളും പിന്നെ ഇങ്ങനെ കുറച്ച് ഗ്രീനറി ഉള്ള സ്ഥലത്തെത്തുമ്പോൾ നോർമലാണ്, നല്ലൊരു തണുപ്പായിട്ട് തോന്നും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമ്മർ സീസണാണ്. അപ്പോൾ സമ്മറിന് കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ നല്ല ഇവിടെ വന്ന് ടെൻ്റ് അടിക്കാനാണെങ്കിലും പിന്നെ ഗ്രില്ല് ചെയ്യാനാണെങ്കിലും അങ്ങനെ ഒരു പിക്നിക് വൈബായിട്ട് കുറേ ആൾക്കാരുണ്ടാവും ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ഗൈസ്, സൂപ്പർ സ്ഥലമാണ്. ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുക, ഇവിടെ കുറച്ച് നേരം വന്നിരിക്കുക, അതിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. ഇവിടേക്ക് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങോട്ട് വരണം. കാരണം ഈ ഒരു വ്യൂ വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. അതും സമ്മറിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. Is that the one we've got, the cat one? പിന്നെ മാത്രമല്ല ഇവിടെ കുറേ
സുവനീർസും പിന്നെ ഈ നാച്ചുറൽ പ്രൊഡക്ട്സ് ഐറ്റംസൊക്കെ സെല് ചെയ്യുന്നത്. ഈ പെയിൻറ്റിങ്ങിൻ്റെ വിലയാണ് ആയിരിക്കുന്നത്. ഗ്ലാസ് മീഡിയം മൗണ്ടഡ് പ്രിന്റ് 195. ടു എക്സ്പെൻസീവ്. കാരണം ഇത് ഇങ്ങനത്തെ ഒരു ഏരിയ ആണല്ലോ, അപ്പോൾ അവർക്കൊരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളാണ് ഇതൊക്കെ. ഓരോരുത്തരുണ്ടാക്കി സെല് ചെയ്യുന്നതാണ് അവരുടെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊക്കെ ചെമ്മരിയാടിൻ്റെ തോലുപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ. ഒത്തറ്റിക് സാധനം ഒക്കെ ഒറിജിനൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് കണ്ടോ, പാറൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സാധനം. കീ ചെയിനും കാര്യങ്ങളൊക്കെ. ഇതെനിക്ക് തോന്നുന്നു മാലയെന്ന് തോന്നുന്നു അല്ലേ, ലോക്കറ്റ് പോലത്തെ സാധനം. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഗ്രാസ്മിയർ ജിഞ്ചർ ബ്രെഡ്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഗ്രാസ്മിയറിലോട്ട് വരുമ്പോൾ ആരും മിസ് ചെയ്യാത്തൊരു സംഭവമാണ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ ജിഞ്ചർ ബ്രെഡ് കഴിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു നോർമൽ ജിഞ്ചർ ബ്രെഡ്, പക്ഷേ ഇതിന് കുറച്ച് പഴക്കമുണ്ട്. മീൻസ് കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കൊള്ളാവോ? നല്ല സൂപ്പർ സാധനം. നല്ല സാധനം എന്നാണ് പറയണത്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അങ്ങനെയുണ്ട്. നല്ല ജിഞ്ചറിൻ്റെ ടേസ്റ്റ്. ജിഞ്ചറിൻ്റെ ടേസ്റ്റും ഉണ്ട്. അതായിരിക്കും പറഞ്ഞാൽ ഒരു ക്യാരമൽ പോലെ. കേക്കും അല്ല, പക്ഷെ ബിസ്ക്കറ്റും അല്ല, അങ്ങനത്തെ ഒരു ഹൈബ്രിഡ് പോലത്തെ ഒരു സംഭവം. കൊള്ളാം. നല്ല ജിഞ്ചറിൻ്റെ കുത്തുണ്ട്, വല്ലാണ്ടില്ല, കൊള്ളാം. ടേസ്റ്റ് ആവശ്യത്തിനുണ്ട്. നല്ല ഓവറായിട്ട് മധുരവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെയാണ്, കൊള്ളാം. നല്ല സാധനം. വൺ ടൈം എക്സ്പീരിയൻസ്. ഇതാണ് സാറ നെൽസൺ. ഈ പുള്ളിക്കാരിക്കാണ് ഇവിടെ ജിഞ്ചർ ബ്രെഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ്, വേൾഡ്സ് ഡാഫോഡിൽ ഗാർഡൻ.
1827 1827 ഇത് 1876 ഇയാൾ ജനിച്ചത് തന്നെ എത്രയിലായിരുന്നു? ഓ ഇയാളൊക്കെ ജനിച്ചത് തന്നെ 1819 അവിടെ എഴുതിക്കുന്നതാണ് ബോൺ ഒക്ടോബർ 9 1891. ഇതാ വേറെ ബോൺ ഓൺ November 16th of August 1804. 18. വളരെയധികം ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയും, കുറേ നടക്കാതെ പോയ ആഗ്രഹങ്ങളും കുറേ നടക്കാതെ പോയ ഇൻവെൻഷൻസും കുറേ അങ്ങനത്തെ സാധനങ്ങൾ ഉറങ്ങുന്ന സ്ഥലമായിരുന്നു. മനസ്സിലായോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷറുള്ള ഏരിയ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ നടക്കാതെ പോയ കാര്യങ്ങളും കുറേ ഐഡിയാസും കുറേ സ്വപ്നങ്ങളും ഒക്കെ മണ്ണിനടിയിലായി പോയൊരു സ്ഥലം. ഇതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത. നല്ല ക്ലിയർ വാട്ടറാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റ് മനസ്സിലാവും. നല്ല അതാ നല്ല വൃത്തിയിലാണ്. പിന്നെ ഇതൊക്കെ മഴക്കാലം അങ്ങനത്തെ ഒരു ടൈം ആകുമ്പോൾ മാത്രമാണ് ഇതൊക്കെ കാണാം. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഓപ്പൺ. സൺഡേ 11 AM. സൺഡേസിൽ മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പള്ളിയുടെ ഒരു ഇവിടുത്തെ വില്ലേജൊക്കെ ഭയങ്കര ഭംഗിയുള്ള വില്ലേജാണ്. ഭയങ്കര പീസും ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലം കാശ്മീർ. ഇപ്പോൾ ഗൈസ്, കാശ്മീരിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇത്രയും നേരം. ഇനിയും പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ സ്ഥലങ്ങളുമായിട്ട് ഞാൻ വീഡിയോ എടുത്തതിൻ്റെ പരമാവധി ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിങ്ങനെ ഫിൽറ്ററായിട്ട് ആയിരിക്കും ഇതിൻ്റെ ഒരു ഇത്. എനിക്കറിയില്ല എങ്ങനെ ഒരു യൂട്യൂബ് കോണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അതിലൂടെ ഇങ്ങനെ വീഡിയോ ഇടുന്നതിലൂടെ ഞാൻ അതും പഠിക്കുകയാണ്. പിന്നെ പറ്റാവുന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ താങ്ക് യു.